പണ്ട് മാന്നി നദിയുടെ തീരത്തുള്ള സൈങ്കന്നൂർ എന്ന ഗ്രാമത്തിൽ യജ്ഞദത്തൻ എന്നൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിനും പവിത്ര എന്ന ഭാര്യയ്ക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഹൃദ്യസ്ഥമാക്കിയ വിചാരശർമ്മൻ എന്ന അതിബുദ്ധിമാനായൊരു മകനുണ്ടായിരുന്നു. വിചാരശർമ്മൻ അചഞ്ചലമായ ശിവഭക്തിയോടെയാണ് വളർന്നത്. എപ്പോഴും ഭഗവാൻ ശിവനെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. ഒരു ദിവസം തങ്ങളുടെ ഗ്രാമത്തിലെ പശുക്കളെ മേയിച്ചിരുന്ന ഇടയൻ അവയോട് ക്രൂരമായി പെരുമാറുന്നത് വിചാരശർമ്മൻ കണ്ടു. ഇതവനെ വല്ലാതെ വേദനിപ്പിച്ചു. പശുക്കൾ ദേവതന്മാർക്ക് തുല്യമായവയാണ്, അവയെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, ഉപദ്രവിക്കുകയല്ല എന്ന് അവൻ ഇടയനോട് പറഞ്ഞു. ആ നിമിഷം മുതൽ വിചാരശർമ്മൻ സ്വയം പശുക്കളെ മേയ്ക്കാനുള്ള ചുമതല ഏറ്റെടുത്തു. അവൻ്റെ സ്നേഹവും പരിചരണവും കാരണം പശുക്കൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും വളർന്നു, ധാരാളം പാല് നൽകുകയും ചെയ്തു. വിചാരശർമ്മൻ എല്ലാ ദിവസവും പശുക്കളെ കാട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവിടെ മാന്നി നദിയുടെ മണൽ തീരത്ത് അവൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി.